ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ ഒരു ദൃശ്യമാണിത്. ഇപ്പോൾ രാവിലെയായി. ഓൾറെഡി നമ്മൾ വന്നത് തന്നെ 5:30 കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ റൂമിൻ്റെ വിഷ്വൽ കാണിക്കാണ്ടുന്നത്. അപ്പം ജസ്റ്റ് വെളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. അതിന് നമ്പറും കാര്യങ്ങളും തരാം. അതുപോലെ ബാത്റൂം ആയിക്കോട്ടെ, നല്ല ക്ലീനിങ്ങുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മണാലി ടൗണിൽ നിന്നും ഉള്ളോട്ടാണ്, ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ഉള്ളോട്ടാണ്. ഒരു വനമേഖലയാണിത്, കാടും കാര്യങ്ങളും. പിന്നെ നേരെ മുന്നിൽ കാണുന്നത് ഉള്ള കാഴ്ച ഞാൻ കാണിച്ചത്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചത് നിങ്ങൾക്ക്. ജസ്റ്റ് നിങ്ങൾ വ്യൂ കണ്ടാ, ഇതാണ് ഇവിടുത്തെ വ്യൂ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് കാണുന്നതിലുള്ള നേരെ കാണുന്നതെന്ന് വെച്ചാൽ മഞ്ഞമലയാണ്. അതുപോലെ തന്നെ താഴെ കുറേ വില്ലാസുകളും കാണാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ അപ്പാർട്ട്മെൻറ്റുകളും വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ മണാലിയിലെ മോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസസ് കൂടിയായ ഹദിമ ദേവി ടെമ്പിളിലേക്കാണ്. ഹിന്ദു ക്ഷേത്രമാണിത്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയതാണ്. ജസ്റ്റ് താഴെ നിങ്ങൾ കണ്ട തീയിട്ടിട്ട് ജസ്റ്റ് ശരീരം ചൂടാക്കുകയാണ്. പക്ഷേ സ്വതവേ എന്ന് വെച്ചാൽ ഈ വിറക് കൊള്ളി മരത്തിൻ്റെ കമ്പെല്ലാം കൊണ്ടാണ് ചൂടാക്കൽ. പക്ഷേ ഇവർ കാർബോർഡും കാര്യങ്ങളെല്ലാം കത്തിക്കുന്നത് കാണുന്നത്. അതുപോലെ ഈ തുള്ളി ഉറ്റി വീഴുന്നതെന്ന് വെച്ചാൽ ഈ റൂഫിൻ്റെ മേലെ ഇന്നലെ പെയ്ത മണ്ണാണ്. അത് അലിഞ്ഞിട്ടിപ്പം ജസ്റ്റ് വെള്ളമായിട്ട് താഴെ കൂടി വരുന്ന രംഗമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ നിൽക്കുന്ന റിസോർട്ട് എന്ന് വെച്ചാൽ ഒരു കാട് പ്രദേശം പോലത്തെ സ്ഥലമാണെന്ന്. അതിലെ വ്യൂ ആണിത് കാണുന്നത്. അതായത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയുള്ളതാണ്. അതുപോലെ തന്നെ ഫാമിലിയെ നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെമ്പിളിലേക്ക് പോകാനുള്ളത്. അതിനു വേണ്ടി ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് പോവുകയാണ്. ഇത് ജസ്റ്റ് നമ്മളെ എന്താ പറയുക, പുറത്തുള്ള ഒരു വ്യൂ ആണ്. ഇതാണ് ഞങ്ങൾ നിന്ന റിസോർട്ട്. അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ. ഫുള്ള് വുഡിനെ കൊണ്ടുണ്ടാക്കിയതാണ്. പിന്നെ മേലൊരു ഷീറ്റിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തണുപ്പ് നല്ലോണം അറിയുന്നുണ്ട് കേട്ടോ. അതേപോലെ ഈ ഏരിയയിൽ നല്ല ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ റീൽസിന് പറ്റിയ വീഡിയോസിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ റിസോർട്ട് നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന കപ്പിൾസ് അതിപ്പം വീഡിയോസും ഫോട്ടോസും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഞാനും കുറച്ച് റീൽസും അതുപോലെ തന്നെ ഫോട്ടോസെല്ലാം എടുത്ത് ബില്ലുത മുകളിൽ നിൽക്കുന്നുണ്ടോ. നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. വണ്ടി കയറിയതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടത് നിങ്ങൾ, ഫുള്ള് ഫോറസ്റ്റ് ഏരിയ പോലത്തെ സ്ഥലം തന്നെയാണ്. പക്ഷേ നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. കാരണം വെച്ചാൽ നമ്മൾ 5-6 മണിയായിരുന്നല്ലോ വരുന്നേരം റിസോർട്ടിൽ കയറുന്നേരം. അതുകൊണ്ട് ഫുഡൊന്നും നമുക്ക് കരുതിയില്ലായിരുന്നു അവർ. അതുകൊണ്ട് ഇപ്പം വെളിയിൽ പോയിട്ട് കഴിക്കണം. പിന്നെ പോരായിട്ട് ആൾട്ടോ കാറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആണ്. കാരണം 2 ഫാമിലി ആൾട്ടോയിൽ പോകുന്ന വെച്ചാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്. എന്നെപ്പോലത്തെ ഹൈറ്റുള്ള ഒരു മനുഷ്യർക്ക് ഇതിലിരിക്കുക എന്ന് പറയുന്നതും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷേങ്കിൽ ഇവിടുത്തെ വ്യൂ വളരെ അതിമനോഹരമാണ് കേട്ടോ. കാരണം നമ്മൾ പോകുന്ന വഴിയാണിത്. 2 സൈഡിലും എന്താ പറയുക റിസോർട്ടും കാര്യങ്ങളായിട്ടും. പിന്നെ പോയിട്ട് നേരെ കാണുന്നത് മലമുകളാണ്. മഞ്ഞുമല ഇങ്ങനെ കണ്ടോട്ടും ഭയങ്കര എന്താ പറയുക ത്രില്ലിംഗ് ആണിപ്പോൾ. നമ്മൾ കാശ്മീർ സീരീസിനും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ അവിടുത്തെ ഒരു കാലാവസ്ഥ കൊണ്ട് നമുക്ക് കാശ്മീരിലേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് മണാലിയിലേക്ക് കയറിയത് കൊണ്ട് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പാക്കേജുകൾ എടുത്തിട്ടാണ് കയറിയിട്ടുള്ളത്. റിസോർട്ടും കാര്യങ്ങളും നമുക്ക് പാക്കേജിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് പാക്കേജോ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മളിപ്പം പോകുന്ന ടെമ്പിൾ ഏതാണ്ട് എത്താറായി. അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തരാം. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പാക്കേജ് എടുക്കുന്നവർ വണ്ടി നിങ്ങൾ എന്താ വെച്ചാലും ആൾട്ടോ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ അധികം ആൾട്ടോ ആണ് ഉള്ളത്. ആൾട്ടോ കാറാണ് കൂടുതൽ ഇവിടെ സർവീസ് നടത്തുന്നത്. അതുപോലെ ടെമ്പിളിലേക്ക് കയറുന്നത് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. യാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരെ സവാരി നടത്തുന്നത്. അതേപോലെ തന്നെ ടെമ്പിളിലേക്ക് കയറുന്ന പാതയാണിത്. ഇവിടെ ടെമ്പിൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ബെസ്റ്റ് സ്ഥലം കൂടിയാണ് കേട്ടോ. റീൽസ്, ഫോട്ടോഷൂട്ട് എല്ലാത്തിനും പറ്റിയൊരു സ്ഥലവും കൂടിയാണിത്. മുമ്പ് ഈ കാണുന്ന ക്ഷേത്രത്തിന് പകരം ഉണ്ടായതെന്ന് വെച്ചാൽ ദേവി ഹിഡിംബ ധ്യാനം നടത്തിയൊരു ഗുഹയായിരുന്നു ഉണ്ടായത്. അതിന് ചുറ്റും അന്നത്തെ രാജാവ് 1553 രാജാവായ ബഹദൂർ സിംഗാണ് ഈ ഹിഡിംബ ദേവി ക്ഷേത്രം നിർമ്മിച്ചത്. ഈ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. നല്ല മഞ്ഞ് പെയ്തിട്ട് മൊത്തം തരണി വൈറ്റ്, അതായത് പച്ചപ്പലം മാറിയിട്ട് വൈറ്റിലാണുള്ളത്, വെള്ളപ്പിലാണുള്ളത്. നല്ല കാണാൻ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ റീൽസിന് പറ്റിയ സ്ഥലം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ കൂടാതെ എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയൊക്കെ മഞ്ഞ് പോകുന്നുണ്ട്. ജസ്റ്റ് നല്ല റൊമാൻറ്റിക് മൂഡിലായിട്ടാണ് മഞ്ഞ് തന്നെ പോകുന്നത്. ഒരു എന്താ പറയുക അടിപൊളി പ്ലേസും കൂടിയാണിത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ അതായത് ഹിമാചൽ പ്രദേശിലെ ഡ്രസ്സും കാര്യങ്ങളിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ ചെയ്തു തരുന്നുണ്ട്.
ഒരു ആൾക്ക് 100 രൂപയാണ് ചാർജ് വെക്കുന്നത്. അത് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ 50 രൂപയ്ക്ക് 2 പേർക്ക് ചെയ്തു തരുന്നുണ്ട്. കാരണം എന്നോട് ലാസ്റ്റ് ടൈം പറഞ്ഞായിരുന്നു 50 പേർക്ക് കപ്പിൾസായിട്ട് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ 100 എന്ന് പറയുന്നത് എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപയ്ക്ക് കപ്പിൾസിന് തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളെ ഫോട്ടോസുകൾ എടുത്തുതരാമെന്ന് പറയും ആൾക്കാർ. 30 രൂപ ഒരു ഫോട്ടോന് 30 രൂപ എന്ന് പറഞ്ഞിട്ട് അതിനും കുറേ ആൾക്കാരുണ്ട് DSLR ക്യാമറ വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് കുറച്ച് ചെറിയ തട്ടിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ, എന്നാലും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞത് 50 രൂപയ്ക്ക് കപ്പിൾസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് കപ്പിൾസിന് 200 രൂപയാണ്. അത് പയ്യെ പറഞ്ഞതെന്ന് വെച്ചാൽ 50 രൂപ, ഏതാണ്ട് 150 രൂപ അവർ വീണ്ടും കുറച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് 2 മലയാളീസിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ 2 പേരും തലശ്ശേരിക്കാരാണ്, എൻ്റെ നാട്ടുകാർ തന്നെയാണ്. തലശ്ശേരി എന്ന് വെച്ചാൽ കുടിയാൻമല എന്നുള്ള സ്ഥലത്താണ്. വണ്ടർഫുൾ ഒരു ഏരിയയാണ് അവരുടെ ഏരിയ. അതായത് കുടിയാൻമല എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അതും നിങ്ങൾ കണ്ണൂരിലെ കുടിയാൻമല ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഒരു മലയോര പ്രദേശമാണ്, അടിപൊളി കാഴ്ചയുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം കേട്ടോ മൊത്തം. അതേപോലെ ഇവിടെ ഒരാൾ തീ കായുന്നുണ്ടോ നിങ്ങൾ? തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു തീ കായുന്നുണ്ട്. ഞാനിവിടുന്ന് കുറേ റീൽസും ഫോട്ടോസിലും എടുത്ത് കഴിഞ്ഞു. ഫിലോസ്, തണുപ്പ് എങ്ങനെയുണ്ട്? വിശന്നിട്ട് ഉപ്പാടുകളായി. ഇനി ഏതായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇനി ചാടട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് റൂമിൽ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. എനിക്കൊന്ന് കൃഷിൻ്റെ ഒരു പാട്ട് സീനെല്ലാം ഇവിടെ നിന്നൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടാകുന്നു തോന്നുന്നു. അങ്ങനത്തെ ഒരു ലൊക്കേഷനായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.